എന്താ വിഷ്ണുട്ടന്റെ ഉദ്ദേശം? ഇതേ ഒരു സർക്കാർ ഓഫീസർ. അവിടെ ജോലി ചെയ്യുന്നവർക്ക് അതിന്റേതായ ഉത്തരവാദിത്വവും അച്ചടക്കവും എല്ലാം വേണം. ഇല്ലെങ്കിലേ ഇത് വലിയ ബുദ്ധിമുട്ടാവും. അതിപ്പോ ഇങ്ങോട്ട് വന്ന് കുതിര കയറിയ കൈയും കെട്ടി നോക്കിക്കാൻ പറ്റും? അതിനുള്ള അവസരം ഉണ്ടാക്കരുതെന്നാ പറഞ്ഞത്. അവസരം ഞാൻ ഉണ്ടാക്കിയതല്ലോ, അവരായിട്ട് തുടങ്ങിയതല്ലേ. അതിന് വെറുതെ പോയി തല വെച്ച് കൊടുക്കുന്ന എന്തിനാ? അതായത് പുറത്തെടുക്കുന്ന ചട്ടമിത്തരം കളക്ടറേറ്റിനകത്ത് എടുക്കരുതെന്നാ പറഞ്ഞത്. എടുത്ത അതിന്റെ ക്ഷീണം എനിക്ക്. മറ്റുള്ളവർക്ക് മുന്നിൽ സമാധാനം പറയേണ്ടത് ഞാനാ. ശരി മേഡം, ഇനി അങ്ങനെയൊന്നും ഉണ്ടാവില്ല. ശത്രുക്കൾ പല രീതിയിൽ പ്രതികരിച്ചെന്നിരിക്കും. അതെല്ലാം മനഃപൂർവ്വം എന്നെ ഹരാസ് ചെയ്യാൻ വേണ്ടി ഉണ്ടാക്കുന്ന പ്രശ്നങ്ങളാ. അതിൽ ചെന്ന് ചാടിക്കൊടുക്കരുതെന്നാ പറഞ്ഞത്. ഓക്കെ മേഡം, ഇനി അങ്ങനെയൊന്നും ഉണ്ടാവില്ല മേഡം. ഓ മാഡം മാഡം മാഡം, ഈ മാഡം എന്നുള്ള വിളി ഒന്ന് നിർത്തോ? മേഡത്തിന് മേഡം നല്ലത്, പിന്നെ എന്താ മേഡം വിളിക്കുക? അതെ, എന്നെ ഒന്നും വിളിക്കണ്ട. ആ എന്നാ പിന്നെ അങ്ങനെ ചെയ്യാം. പിന്നെ അതെ അങ്ങനെയൊക്കെ പറഞ്ഞ് സംസാരിക്കുമ്പോ പിന്നെ അതിന്റെ പേരിൽ ദേഷ്യം പിടിക്കാൻ നിൽക്കരുത്. വീടല്ല ഓഫീസ്, അവിടെ കുറച്ച് മര്യാദ അച്ചടക്കമൊക്കെ ഉണ്ടാവണം. സംസാരത്തിൽ പോലും ബഹുമാനം നിറഞ്ഞു നിൽക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പൊ പറയാന്നും വേണ്ടാന്ന്. എന്റെ വിഷ്ണുട്ട ഒന്ന് മിണ്ടായിരിക്കോ? എനിക്ക് തലവേദന എടുത്തിട്ട് വയ്യ. അതെ തലവേദനയ്ക്ക് നല്ലതാ. ഒറ്റത്തവണ ഇട്ടാ മതി, പിന്നെ പൊടി പോലും ഉണ്ടാവില്ല കണ്ടുപിടിക്കാന്നാ പറയാ. ഇനിയിപ്പോ ഞാൻ പുരട്ടി തരണോ? രാജീവ് സാറാണല്ലോ. ആ രാജീവ് സാറ്, ഞാനേ വിളിക്കണമെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. എത്തിയെന്ന് മാത്രമല്ല, വേറൊരു സന്തോഷ വാർത്ത കൂടിയുണ്ട്. ചേച്ചി പ്രഗ്നന്റാ. അല്ല രാജീവ് സാർ എന്നാ ഇനി അവിടുന്ന് തിരിക്കുന്നേ? അല്ല വരുന്നത് ഇങ്ങോട്ടാണോ അതോ വീട്ടിൽ പോയിട്ടേ വരുള്ളോ? ഹലോ ഹലോ, കേക്കോ സർ? ഹലോ സർ, എന്തൊന്നും പറയാത്തെ? ഹലോ കട്ടായോ? ഹലോ